ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ. എന്താണെന്നല്ലേ, വിനു ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആരാ വിനു ചേട്ടൻ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി ഉണ്ടാവില്ല അല്ലേ? കുറേ വീഡിയോയിൽ ആൻ്റപ്പൻ്റെ വീഡിയോസിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മെറിൻ ആൻറ്റി. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? മെറിൻ ആൻറ്റിയുടെ മോനാണ് വിനു ചേട്ടൻ. വിനു ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞങ്ങളാണ് പോകുന്നത്. ഞാനും മമ്മിയും ആൻ്റപ്പനും കാറിലാണ് പോകുന്നത്. മമ്മി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇത്തിരി ഭാഗങ്ങൾ കണ്ടാലോ? എൻ്റെ ഒരു ഹെയർ സ്റ്റൈലും എല്ലാം ഇതാണ്. പിന്നെ എനിക്ക് മമ്മി നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ, കമൻറ്റ് ബിലോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇത്തിരി ഭാഗങ്ങൾ കണ്ടാലോ? നല്ല അടിപൊളി തോപ്പുകളാണ്, വാഴത്തോപ്പുകളൊക്കെ ഉണ്ട്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അവിടെ വലിയൊരു തെങ്ങുണ്ട്, ഈ ഞാൻ നിൽക്കുന്ന ഒരു തെങ്ങ്. അത് നിങ്ങൾ നോക്കിയോളൂ കേട്ടോ. പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഈ പെട്രോൾ പമ്പിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അതെ, ആൻ്റപ്പൻ നമ്മൾ കാർഡ് കൊടുത്ത് ഒരു പ്രിൻറ്റും വാങ്ങിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇതേ മമ്മി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻ്റപ്പൻ അവിടെ പുറത്ത് വിൻഡോ നോക്കിയിരിക്കുകയാണ്. ടാറ്റ വാങ്ങാൻ വേണ്ടിയിട്ട് ആൻ്റപ്പൻ ഇവിടെ വന്ന് ടാറ്റ തന്നു. അപ്പം ഞാൻ ഈ ക്യാമറ പിടിച്ചിരിക്കണതാണ്. എങ്ങനെയുണ്ട്? ഹായ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ തെങ്ങ് ഇങ്ങനെ കുറേ ഉണ്ടാവും. അങ്ങനെ ഇത്തിരി വ്യൂസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ആസ്വദിച്ചു. ഇപ്പം നമ്മൾ ക്രിസ്റ്റോഫർ എത്തി. ഇനി കുറച്ച് ദൂരങ്ങളേ ഉള്ളൂ. നിങ്ങൾ എവിടെയാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ? ഒന്നു പള്ളിയിലാട്ടോ ഈ സമ്മാനം നടക്കുന്നത്. SR ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു കട കണ്ടില്ലേ? അത് ഞങ്ങളുടെ വല്യമ്മ വർക്ക് ചെയ്ത ഒരു കടയാണ്. ഇത് മമ്മി പഠിച്ച സ്കൂളാട്ടോ, സെൻറ്റ് റാഫേൽ സ്കൂള്. ചിലവർക്ക് കേട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഒല്ലൂർ പള്ളി. അപ്പം ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ പോയി പാർക്കിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ സമ്മാനത്തിന് കയറിയപ്പോൾ ഞങ്ങളുടെ നൈബേഴ്സ് ആയിരുന്നൊരു 2 ചേച്ചിമാരുണ്ട്. ആ ചേച്ചിമാരുടെ ഉണ്ണിയാട്ടോ ഇത്. അപ്പോൾ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതാട്ടോ ചേച്ചി. അങ്ങനെ ഇത് ചിങ്കി ചേച്ചി. അങ്ങനെ കുർബാനൊന്നും ഉണ്ടായിരുന്നില്ല, സമ്മതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ല, സമ്മതം മാത്രമല്ല, സമ്മതത്തിൻ്റെ പ്രാർത്ഥനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുർബാനയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് ഇപ്പം ചൊല്ലിയിരിക്കുന്നത് പ്രാർത്ഥനയാണ്. ഏറ്റവും ഫ്രണ്ടിൽ വിനുചേട്ടനും ചേച്ചിയും നിൽക്കുന്നുണ്ട് കേട്ടോ. ആൻ മേരീസ് എന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര്. അപ്പം അവർ 2 പേരുടെയും ഫോട്ടോയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയിലുള്ള ഇത്തിരി ഫോട്ടോസാണ്. 2 പേരോടും സംസാരിക്കാനാട്ടോ പറഞ്ഞത്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചും ചിരിച്ച് നോക്കി നിൽക്കാട്ടോ. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇത്തിരി നേരം ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് സ്റ്റേജിൽ നല്ല അടിപൊളി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻമേരി ചേച്ചിയുടെ ടീംസിൻ്റെ നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ കാണാൻ കൊതിയായിട്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് മേളിൽ പോയിരുന്നു കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ഹോളി വാട്ടർ ഉണ്ടായിരുന്നു. അപ്പം അതുമേ തൊട്ടിട്ട് ഞങ്ങൾ കുരിശൊക്കെ വരച്ച് പോയി. പിന്നെ ആൻമേരി ചേച്ചിയുടെയും വിനു ചേട്ടൻ്റെയും ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇത് അവരെ തന്നെ അല്ല, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റാച്ചു ആണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റാച്ചു ആണെന്ന് തോന്നിയിട്ടാണ് അതിൻ്റെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവരുടെ 2 പേരുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മാംഗോ ജ്യൂസായിരുന്നു. മാംഗോ ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസോ, എനിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഒറ്റ. അങ്ങനെ ഇതാണ് സ്റ്റേജ്. മാലാഖയുടെ കുറേ ഹാൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഉള്ളൂർ പള്ളിയിൽ. അപ്പോൾ മാലാഖയുടെ സ്റ്റേജിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അതാണ് സ്റ്റേജ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവർ വന്നു കേട്ടോ, വിനുചേട്ടനൊക്കെ വന്നു. ഇതേ കണ്ടില്ല, പോണതാണ് കേട്ടോ അവർ. സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ ആൻ്റപ്പൻ്റെ അവിടെ ചേക്കണ ഗ്ലാസ് വെച്ച് ഒരൊറ്റ പരിപാടി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞ് ഈ ഗ്ലാസ് എടുത്ത് കളിക്കണേ, അതെടുത്ത് വെച്ചാറാ എന്നും പറഞ്ഞപ്പോൾ അതേ അവനങ്ങനെ കളിച്ചുകൊണ്ട് അതെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ചാൻസ് ഒന്നും കിട്ടില്ല, വെറുതെ വേസ്റ്റ് ആക്കണ്ട.
എന്നും പറഞ്ഞ് അവൻ ഇതെല്ലാം ഒതുക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പരിപാടിയൊക്കെ കണ്ടു. എൻ്റെ അപ്പം അത് ഒതുക്കി വെച്ചു. അതേ കണ്ടില്ലേ, അത് ഫോട്ടോ സെക്ഷനും കേക്ക് മുറിക്കലും. അതുപോലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുറി വിനുചേട്ടൻ ആൻമേരി ചേച്ചിയുടെ കയ്യിൽ കുറി ഇങ്ങനെ തൊടണം. പക്ഷെ ആൻമേരി ചേച്ചി വിനുചേട്ടന് കുറി കൈ കൊണ്ട് തൊടാതെ ഈ നെറ്റി കൊണ്ട് വിനുചേട്ടൻ്റെ നെറ്റിയിൽ ഇങ്ങനെ മുട്ടിച്ചിട്ട് ആക്കണം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് ഞാൻ ഫുഡ് ഇവിടെ പോയിട്ട് എടുക്കണം കേട്ടോ. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ചെറിയൊരു ഫ്രോക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുകളിൽ കയറുന്നത് എന്തോ ആൾക്കാരാണ്. നൈബേഴ്സും അതുപോലെ എല്ലാ ബന്ധുക്കാരും എല്ലാവരുമായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആൻമേരി ചേച്ചിയുടെ ടീമിൻ്റെ ചെറിയ ഡാൻസ് ആയിരുന്നു. ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു. എല്ലാവരും ഓളിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവിടെ ഐസ്ക്രീം സ്റ്റോർ, ഇവിടെ ഫുഡ് സ്റ്റോർ, ഡൈനിങ് ടേബിള്, അവിടെ ഇരിക്കാനുള്ള സീറ്റ്, പിന്നെ ഇവിടെ സ്റ്റേജ്, എന്തൊക്കെയാലേ. അങ്ങനെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്തു കിട്ടും. ഈ ഒരു എൻഗേജ്മെന്റ് ഇന്നൊരു 1 ഡേ ആണ്. ഇനി വരാൻ പോണത് കല്യാണമാണ്. അതാണ് ഒരു സ്പെഷ്യൽ ഡേ. അവർക്ക് വിനുചേട്ടൻ കാത്തിരുന്ന ദിവസം വരാനാവാറായി. അതിൻ്റെ ഒരു ദിവസമാണ് ഇപ്പോൾ ഈ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദിവസം. ഇത്ര അടിപൊളിയാണെന്ന് ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു. അതിപ്പോൾ 2 സ്റ്റെപ്പ് കിടന്നായിരുന്നു കേട്ടോ. അങ്ങനെ മുകളിൽ നിന്ന് ഈ ഡാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മെറിനാൻറ്റി. എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പം മെറിനാൻറ്റിയോടെ ഒക്കെ സംസാരിച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി അവിടുത്തെ കൗണ്ടറിലോട്ട് പോയി. ആൻ്റെ അപ്പൻ ഐസ്ക്രീം കഴിച്ചു, ഞാൻ ഐസ്ക്രീം കഴിച്ചു, അതുപോലെ മമ്മിയും കഴിച്ചു. അതിന് താറ്റയും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ആൻ്റെ അപ്പനും ഇറങ്ങി. പിന്നെ ഇതാട്ടോ കാർഡ്, ആൻമേരി ചേച്ചിയുടെ വിനുചേട്ടൻ്റെയും കാർഡ്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. നല്ല അടിപൊളി എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഞാനിത് ഒരിക്കലും മറക്കില്ല, കാരണം അത്ര അടിപൊളിയായിരുന്നു. ഇനി അടുത്തതാണ് കല്യാണം. അതും കൂടി അടിച്ച് പൊളിച്ച് തകർക്കണം കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ കല്യാണം. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കണ വഴികളാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.